ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പായിട്ടാട്ടോ. ഇപ്പോൾ ഇതൊക്കെയല്ല ട്രെൻഡ്, കുട്ടികളെ ഫോട്ടോ വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടറൊക്കെ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്തിട്ട് താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ബിസിനസ് കാർഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ബിസിനസ് കാർഡിൻ്റെ ആ ഒരു സൈസിലുള്ള ഒരു പേജ് നമുക്ക് ഓപ്പണായി കിട്ടും. അപ്പോൾ ഇതിലാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് എലമെൻറ്റ്സിൽ പോയിട്ട് ഷേപ്സ് എന്നടിച്ചു കൊടുത്താൽ കുറേ ഷേപ്സ് വരും. അപ്പോൾ നമ്മൾ ഇതിൽ സ്ക്വയർ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഡ്രാഗ് ചെയ്തിട്ട് നമ്മളെ നെയിമും കാര്യങ്ങളെല്ലാം എഴുതാനുള്ള ഒരു സ്പേസാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു സൈഡിൽ മക്കളെ ഫോട്ടോയും മറ്റേ സൈഡിൽ നമ്മൾ നെയിമും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ഹാഷ് കളറാണ് ആ ഒരു സ്ക്വയറിന് കളർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമ്മൾ കളറൊക്കെ മാറ്റും കേട്ടോ. ഇനി നമുക്ക് ഇമേജ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് എലമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് ഫ്രെയിംസിന് അടിച്ചു കൊടുക്കുക. ഫ്രെയിംസിന് അടിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് വരും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രെയിം സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു സ്പ്ലാഷ് എഫക്റ്റ് വരുന്ന ഫ്രെയിമാണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഡ്രാഗ് ചെയ്തിട്ട് ഫോട്ടോക്ക് ആവശ്യമായ ഒരു ഇതായിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഒരളവിൽ ഇതാക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കളർ മാറ്റാം. അപ്പം ഞാൻ ഹാഷ് കളർ കൊടുത്തിട്ട് ഇപ്പോൾ വൈറ്റ് ആക്കി. പിന്നെ ഫുൾ ബോഡിക്ക് ഞാനൊരു ബ്ലൂ കളർ, അങ്ങനത്തെ ഒരു ലൈറ്റ് ബ്ലൂ ആ ഒരു കളറാണ് കൊടുക്കുന്നത്. ഇഷ്ടമുള്ള കളർ കൊടുക്കാം. പല കളറും ഉണ്ട്, എല്ലാ കളറും നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഫോട്ടോ വെക്കണം. ഇനി നമ്മൾ ഗാലറിയിലേക്ക് പോവുക. എന്നിട്ട് നമ്മൾ നെയിം സ്ലിപ്പിൽ കൊടുക്കാൻ ഉദ്ദേശിച്ച ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഈ ഫ്രെയിമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നെയിം കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ അതിൽ കൊടുക്കുന്ന ബേബീൻ്റെ നെയിം, ബേബി ബോയിൻ്റെ നെയിം കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് മുകളിൽ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് ഡെമോ ആണ് കേട്ടോ. പേരാണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഒന്നും ഒറിജിനൽ അല്ല, ഡെമോ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. ഫസ്റ്റ് ഞാൻ പേര് ക്യാപിറ്റൽ ലെറ്ററിലാണ് ഫുള്ളായിട്ട് എഴുതിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അതാണ് ഒന്നുകൂടി ഭംഗി. പിന്നെ എന്നിട്ട് ഇതിൻ്റെ ഫോണ്ടൊക്കെ ഞാൻ ഒന്ന് കുറച്ച് ഒരു കട്ടിയിൽ ബോൾഡാക്കിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ശേഷം അതിന് താഴെ നമുക്ക് ക്ലാസ്, പിന്നെ കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഡിവിഷന് ഡോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ താഴെ റോൾ നമ്പർ, സബ്ജക്റ്റ്, സ്കൂള്, അങ്ങനെ നമുക്ക് കുറേ എഴുതാനുണ്ടാവില്ല, അതിലും താഴെ വെച്ച് കൊടുക്കുക. പിന്നെ ഓരോന്നിനും ഇങ്ങനെ ടെക്സ്റ്റിന് പോയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ക്ലാസ്സും ട്യൂഷനോ എഴുതിയത് കോപ്പി പേസ്റ്റ് ആക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഒരേ ലെവലാക്കി കൊടുക്കണം. റൈറ്റിങ്സിന് മോഡൽസൊക്കെ നമുക്ക് ചേഞ്ച് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണോ ബെറ്ററായി തോന്നുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ക്യാൻവ ആപ്പിൽ ഒരുപാട് ഫോണ്ടിൻ്റെ മോഡൽസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ നെയിം സ്ലിപ്പിൻ്റെ എഡിറ്റിങ് ഇങ്ങനെയാണ് ചെയ്യാൻ. ഇത് വെറും ഒരു സ്ലിപ്പാണ്. ഇത് നമുക്ക് എത്രയിലൊക്കെ ആക്കാനുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിപ്പം നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ഇത് നല്ലോണം ഡ്രാഗ് ചെയ്താൽ മതി. അപ്പം നമുക്കെല്ലാം നല്ല ലെവലിൽ കിട്ടും. ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അല്ലെങ്കിൽ ഡോട്ടൊക്കെ എല്ലാം കൃത്യ സ്ഥലത്തായിട്ട് അതുപോലെ സെലക്ട് ചെയ്യണം. നമുക്കൊരു ലെവലിൽ എന്നാലേ കിട്ടും, എന്നാലേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവും നെയിം സ്ലിപ്പ് കാണാൻ. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്യുക. വീഡിയോ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ റോൾ നമ്പറൊക്കെ വലിക്കുന്നുണ്ടല്ലോ, ആ ഒരു കുത്തുള്ളതാണ് വലിക്കേണ്ടത്. അപ്പോഴാണ് നമുക്കിങ്ങനെ ഡ്രാഗായി വരാം. അപ്പോൾ അതുപോലെ ഇങ്ങനെ എല്ലാം വലിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നെയിം സ്ലിപ്പ് ഇതായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ മുകളിൽ കാണുന്ന ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് അറിയുന്ന ഓപ്ഷൻ നോക്കിയാൽ നമുക്കിത് ഗാലറിയിലേക്ക് എത്തും. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ കാർട്ടൂണാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ബോയിൻ്റെ പിക്ചർ ആയതുകൊണ്ട് ഞാൻ കാറാണ് കൊടുക്കുന്നത്. ഗേളാണെങ്കിൽ നമുക്ക് യൂണിക്കോൺ, ബാർബി അങ്ങനെ ഇഷ്ടമുള്ള കൊടുക്കാം. എന്നിട്ട് ഈ കാറിൻ്റെ ഞാനിപ്പോൾ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇൻഷോട്ടിൽ പോയിട്ട് ഇത് കട്ട് ഔട്ട് ചെയ്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ കളഞ്ഞു. എന്നിട്ട് നമ്മൾ
നേരത്തെ റെഡിയാക്കിയ നെയിം സ്ലിപ്പിൽ പോയിട്ട് ഈ കാറിൻ്റെ ഇതെടുത്തിട്ട് ഈ കാർ നമ്മളെ നെയിം സ്ലിപ്പിന് ഒരു ഇതിൽ വലുപ്പത്തിൽ വെച്ചിട്ടാകുമ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്യാം. അത് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കുറച്ച് കുറഞ്ഞു പോയിന്. ഞാൻ വീണ്ടും കുറച്ച് കൂട്ടി ഒരു 25 അത്രയെല്ലാം ആക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ എക്സ്പോർട്ട് കൊടുത്തിട്ട് ഇത് ഗാലറിയിലാക്കാം. ഇനി നമുക്ക് A3 ഷീറ്റിൽ എങ്ങനെ 30 എണ്ണം സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. സെർച്ച് ബാറിൽ പോയിട്ട് A3 ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ A3 ഫ്രെയിം എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ അന്നേരം ബ്ലാങ്ക് ആയിട്ട് ഒരു ഡോക്യുമെൻ്റ് കാണും. ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഗാലറിയിലേക്ക് പോയിട്ട് നമ്മൾ ഈ ചെയ്ത് വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് എടുത്തിട്ട് നമുക്ക് 30 എണ്ണം A3യിൽ സെറ്റാക്കി കൊടുക്കാൻ കഴിയും. ഒരു A3യിൽ മാക്സിമം 30 നെയിം സ്ലിപ്പ് അടിക്കാൻ പറ്റും. അതിൽ കുറവാക്കാം. ഞാൻ 30 എണ്ണമാണ് സെറ്റാക്കിയത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്ത് 30 എണ്ണം സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ സൈസും കാര്യങ്ങളൊന്നും കൊടുക്കാനില്ല, ജസ്റ്റ് 30 എണ്ണം വെച്ചാൽ മതി. അന്നേരം നെയിം സ്ലിപ്പിൻ്റെ അതേ സൈസിൽ തന്നെ പ്രിൻ്റ് എടുക്കാൻ പറ്റും. എന്നിട്ട് സെറ്റാക്കിയ ശേഷം മുകളിലെ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ആക്കാം. എന്നിട്ട് പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിൽ ഡോക്യുമെൻ്റ് ആയിട്ട് അയച്ചു കൊടുത്തിട്ട് ഒരു A3 നെയിം സ്ലിപ്പിൻ്റെ ഷീറ്റ് എന്ന് പറഞ്ഞാൽ മതി. അന്നേരം അത് പ്രിൻ്റ് എടുത്തിട്ട് കിട്ടും. അത് കറക്റ്റ് നെയിം സ്ലിപ്പിൻ്റെ സൈസിൽ പ്രിൻ്റ് എടുത്ത് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ നെയിം സ്ലിപ്പിൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.